സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് ഇവിടെ വന്ന് ഇങ്ങനെ കല്ലുകൾ അടുക്കിയാൽ വീട് വെക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ കാശിക്ക് പോവുകയാണ്. വെറും കാശിയല്ല, തെക്ക് കാശി, തെങ്കാശിയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് നിന്നോ കൊല്ലത്ത് നിന്നോ വരുന്നവർക്ക് തെന്മല വന്നു കഴിഞ്ഞാൽ പിന്നെ ചെങ്കോട്ട തെങ്കാശിയാണ് വഴി. തിരുവനന്തപുരത്ത് നിന്നും നിറയെ ബസ്സുകൾ ഈ റൂട്ടിലേക്ക് അവൈലബിൾ ആണ്. ഈ വഴിക്കാണ് തെന്മല എക്കോ ടൂറിസവും കല്ലട ഡാമും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായ കാട്ടുപാതയിലൂടെയുള്ള യാത്രയാണ്. ഈ കാണുന്ന കൊല്ലത്ത് നിന്നും തമിഴ്നാട്ടിലേക്ക് വരുന്ന റെയിൽവേ പാളത്തിനെ കുറിച്ചും ഇതിന്റെ പഴക്കത്തിനെ കുറിച്ചും അതുപോലെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടം ഇതുണ്ടാക്കപ്പെട്ട കഥകളെ കുറിച്ചുമൊക്കെ വിശദമായിട്ട് പറയുന്ന മറ്റൊരു വീഡിയോ നമുക്ക് എടുക്കാം. കാലം കഴിഞ്ഞ് നേരെ ചെങ്കോട്ടയിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴി ഈ കാണുന്ന പോലെ മനോഹരമായ ഒരു വ്യൂ പോയിന്റ് കാണാം. പോകുന്ന വഴിക്കാണ് പാടം. ഇവിടെ നിറയെ കർഷകരൊക്കെ രാവിലെ തന്നെ കൃഷി കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രസമുള്ള കാഴ്ചയാണ് കാണാനായിട്ട്. ഞാൻ പറഞ്ഞ് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. ഇവിടെ നിന്ന് നമ്മള് നേരെ തെങ്കാശിയിൽ ഈ കാണുന്ന കവാടം കടന്ന് കാശിനാഥന്റെ നഗരവീതിയിലേക്ക് എത്തുവാണ്. ആ കാണുന്നതാണ് കാശിനാഥന്റെ ക്ഷേത്രം. ഇതിനടുത്തായിട്ട് തന്നെയാണ് കുറ്റാളം വാട്ടർഫോൾസും വരുന്നത്. അങ്ങനെ നമ്മൾ കാശിനാഥന്റെ ക്ഷേത്രത്തിലെത്തുന്നു. അതീവ സുന്ദരമായിട്ടുള്ള ചിത്രപ്പണികളാണ് ഇതിന്റെ ഗോപുരത്തിനുള്ളത്. 7 നിലകളിലായിട്ടാണ് ഗോപുരം പണി കഴിപ്പിച്ചിട്ടുള്ളത്. കിഴക്ക് ദർശനമാണ് ശ്രീകോവിലുള്ളത്. ഈ ക്ഷേത്രം 13ാം നൂറ്റാണ്ടിലെ പാണ്ഡ്യ രാജാവായിട്ടുള്ള പരാക്രമ പാണ്ഡ്യ നിർമ്മിച്ചതാണെന്ന് വിശ്വസിച്ചു വരുന്നു. ക്ഷേത്രം ഇവിടെ വന്നതിന് ശേഷമാണ് ഈ പേര് ഈ നാടിന് വന്നിട്ടുള്ളത് എന്നും പറയപ്പെടുന്നു. ലിംഗരൂപത്തിലാണ് കാശി വിശ്വനാഥ പ്രതിമ ഇവിടെ ശ്രീകോവിലിൽ ആരാധിച്ചു പോരുന്നത്. ഇവിടെ ശ്രീ പാർവതി ദേവി ഉലകമ്മയായിട്ടാണ് ആരാധിച്ചു പോരുന്നത്. ഇരുവശങ്ങളിലായി വിനായകനും മുരുകനെയും ആരാധിച്ചു വരുന്നു. ശ്രീകോവിലിന്റെ ഉള്ളില് ഫോട്ടോയോ വീഡിയോ ഒന്നും അനുവദിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് ഉള്ളിലുള്ള പിക്ചേഴ്സ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. പക്ഷെ എടുക്കാൻ പറ്റുന്നിടത്തുനിന്നൊക്കെ ഞാൻ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. ഈ ക്ഷേത്രം ഇവിടെ വന്നതിന് പിന്നിൽ കഥയുണ്ട്. പാണ്ഡ്യരാജാവായ പരാക്രമ പാണ്ഡ്യന് ഇവിടെ ശിവക്ഷേത്രം ഉണ്ടാക്കണമെന്ന് ഒരാഗ്രഹമുണ്ടായി. അതിനെ തുടർന്ന് ദക്ഷിണേന്ത്യയിലെ ശിവലിംഗം കൊണ്ടുവരുന്നതിനായി കാശിയിലേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ഉറുമ്പുകളുടെ സൈന്യത്തെ പിന്തുടരാൻ ആവശ്യപ്പെടുകയും അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഉറുമ്പുകളുടെ സൈന്യത്തിനെ കണ്ടെത്തുകയും ഭഗവാന്റെ ഇടപെടൽ മൂലമാണ് താൻ കാശിയിലേക്ക് പോവാത്തതെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഉറുമ്പുകളുടെ പാത പിന്തുടർന്ന് അത് അവസാനിക്കുന്നിടത്ത് സ്വയംഭൂവായ ശിവലിംഗവും ഒപ്പം നന്ദികേശ്വരനെയും കണ്ടെത്തി. അവിടെയാണ് ഈ അമ്പലം നിർമ്മിച്ചതെന്നാണ് ഐതിഹ്യം പറയുന്നത്. നന്ദികേശ്വരൻ ജനിച്ചത് ഇവിടെയാണെന്ന് പറയപ്പെടുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ പഴക്കവും ചരിത്രവും ഒക്കെ പഴയ ലിപികളില് ക്ഷേത്ര ചുവരുകളിൽ കൊത്തിവച്ചിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഈ കാണുന്നത് കുംഭാഭിഷേകം നടന്ന സമയത്തുണ്ടാക്കിയ യാഗശാലയുടെ അവശിഷ്ടങ്ങളാണ്. മണ്ണ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ കൊച്ചുകുട്ടികളും മുതിർന്നവരും ഒക്കെ കല്ലുകൾ ഒന്നിനു മേലെ ഒന്നായിട്ട് പറക്കി വെച്ചിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ സ്വന്തമായി വീടില്ലാത്തവർക്ക് വീട് ലഭിക്കാനും പുതിയ വീട് വയ്ക്കാനും ഒക്കെ ആയിട്ട് അനുഗ്രഹം ഉണ്ടാവും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. എന്തെല്ലാം വിശ്വാസങ്ങളാണല്ലേ. നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ വന്ന് ഇതുപോലെ ചെയ്ത് നോക്കാം. ഇനി അഥവാ വീട് കിട്ടിയാലോ. എന്തായാലും കാശിക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ തുല്യ ഫലം ലഭിക്കുമെന്നാണ് പൊതുജന വിശ്വാസം. അമ്പലത്തിന് അടുത്തായി തന്നെ നിറയെ സ്വീറ്റ്സ് കിട്ടുന്ന ഷോപ്സ് ഉണ്ട്. ഒപ്പം ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലങ്ങളും ഉണ്ട്. അപ്പൊ എന്തായാലും കാശിക്ക് പോയി ഞാൻ മടങ്ങുന്നു. ഇതുപോലെ ബജറ്റ് ഫ്രണ്ട്ലി ആയി പോകാൻ പറ്റുന്ന മറ്റു പ്ലേസസുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.